ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ട്രിക്സ് വിത്ത് ജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോയാ ചങ്ക്സ് കൊണ്ടുള്ള ബിരിയാണിയാണ്. ഇത് ഞങ്ങളുടെ മോൾക്ക് ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ല, കിസ്മിസ് ഇല്ല, പുതിനയിലയില്ല, മല്ലിയിലയില്ല, ഇതൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. കുട്ടികളെ പറ്റിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. 240 ml കപ്പിന് 2 കപ്പ് ബസ്മതി റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അരി വെള്ളം ഒഴിച്ച് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടില്ല. അന്നേരം തന്നെ അത് കഴുകിയെടുത്ത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചു. അത് നമ്മൾ കഴുകുമ്പോൾ വെള്ളം നല്ല ക്ലിയർ വെള്ളമായിട്ട് വരുന്നത് വരെ കഴുകിയെടുക്കുക. 240 ml കപ്പിന് 1 കപ്പ് സോയാ ചങ്ക്സ് വെള്ളം ഒഴിച്ച് കുതിർക്കാനിട്ടിട്ടുണ്ട്. ഞാൻ പച്ചവെള്ളത്തിലാണ് കുതിർക്കാനിട്ടത്. പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ച് കുതിർത്തെടുക്കാം. മീഡിയം സൈസ് 4 സവാള അരിഞ്ഞത്, 5 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. സ്റ്റൗ കത്തിച്ച് കുക്കർ അടുപ്പത്ത് വയ്ക്കുക. കുക്കർ ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിക്കണം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. റിഫൈൻഡ് ഓയിലും നെയ്യും ചൂടായിട്ട് വേണം പട്ടയും ഗ്രാമ്പും ഒക്കെ ഇടാൻ. 3-4 ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പു 4 എണ്ണം, 1/4 ടീസ്പൂൺ പെരുംജീരകം, ഏലക്ക 3 എണ്ണം, കുരുമുളക് 6 എണ്ണം. ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കണം. അരി നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിക്കാവൂ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കണക്ക്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 240 ml കപ്പിന് 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അരി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. കുക്കർ അടച്ച് വെക്കുക. എന്നിട്ട് പ്രഷർ വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് 1 വിസിൽ. അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. 10 മിനിറ്റ് കഴിഞ്ഞ് കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ കളയുക. കളഞ്ഞിട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പ് ഊരി മാറ്റി വെക്കണം. അടുത്തത് സോയാ ചങ്ക്സ് നന്നായിട്ടൊരു 4-5 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി സ്ക്യൂസ് ചെയ്തെടുക്കുക. സോയയിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ വയ്ക്കാം. സോയ നമുക്ക് വറുത്തെടുക്കാം. അതിന് ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് റിഫൈൻഡ് ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. ബിരിയാണിക്ക് റിഫൈൻഡ് ഓയിലാണ് നല്ലത്. സോയ ചങ്ക്സ് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഒത്തിരി ഹാർഡായിട്ട് വറുക്കരുത്, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണം. സോയ ചങ്ക്സ് വറുത്ത എണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചീനച്ചട്ടി വെച്ച് ചൂടായിട്ട് ആ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഇടുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. നല്ല ബ്രൗൺ കളർ ആവണ്ട, ഒന്നിങ്ങനെ വഴന്ന് വന്നാൽ മതി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് വഴറ്റുക. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം വറുത്ത സോയാ ചങ്ക്സ് ഇട്ട് യോജിപ്പിക്കുക.
കപ്പിന് താഴെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നന്നായിട്ട് കൂടി യോജിക്കാനാണ് സോയാ ചങ്ക്സ്. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് തക്കാളി ഇട്ട് കൊടുത്ത് വഴറ്റുക. അപ്പോൾ സോയാ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഒരു കാസറോൾ എടുക്കുക, അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇടണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഈ സോയ ചങ്ക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. വിശദമായിട്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല, മോൾക്ക് കൊടുത്തുവിടാനല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ട് ശരിക്കും എല്ലാം വാങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.